ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഈ വാരാന്ത്യം മുതൽ രാജ്യത്ത് താപനിലയിൽ മാറ്റമുണ്ടാകുമെന്ന് UAE കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെയും മറ്റന്നാളും രാജ്യമാകെ താപനില ഉയരുമെന്നാണ് പ്രവചനം. തിങ്കളാഴ്ചയോടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ താപനില കുറയും. ഇവിടെ ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. തീരപ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 35 കിലോമീറ്റർ വരെയാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അബുദാബിയിൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കായിക പരിശീലനം നിർബന്ധമാക്കി. അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് പുതുതായി പുറപ്പെടുവിച്ച വിദ്യാഭ്യാസ നയത്തിലാണ് കർശന നിർദ്ദേശം. ചില സ്വകാര്യ സ്കൂളുകളിൽ വേണ്ടത്ര കായിക പരിശീലനം ഇല്ലെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നിയമം കടുപ്പിച്ചത്. വ്യക്തിഗത കാരണങ്ങളാലോ മറ്റോ ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനുയോജ്യമായ ഇതര കായിക പരിശീലനത്തിന് സ്കൂളുകൾ അവസരമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ബന്ധപ്പെട്ട മേഖലകളിൽ യോഗ്യതയുള്ള കായികാധ്യാപകർ ഉണ്ടാകണമെന്നും നിയമം അനുശാസിക്കുന്നു. 24 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ ലഹരി ഉപയോഗവും വിൽപ്പനയും അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല ബഹ്റൈനിൽ പറഞ്ഞു. പ്രവാസികൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും നമ്മളെല്ലാവരും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ബഹ്റൈനിൽ വന്ന് ഇവിടെ കോളേജ് തുടങ്ങുമെന്ന് പറഞ്ഞതാണ്. പറഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ബഹ്റൈനിലൊരു കോളേജും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ സംസ്ഥാന ഗവൺമെൻറ്റോ നടത്തിയില്ല. ഏറ്റവും അടുത്ത ഒരു പ്രശ്നം, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ പ്രശ്നം. അത് ഗൾഫിലെ മൊത്തത്തിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലാണ് ടിക്കറ്റ് ചാർജ് ഉണ്ടാകുന്നത്. അത് ഗവൺമെൻറ് അടുക്ക എത്ര കാലമായി നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചീപ്പായി ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഈ മണലാരണ്യങ്ങളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് 4-5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ അവരുടെ സമ്പാദ്യം മുഴുവൻ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം ഉണ്ടാകേണ്ടത്. പിന്നെ പ്രവാസികളായ ആളുകൾക്ക് വേണ്ടത്ര സംരക്ഷണം കേരളത്തിലും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു വരുന്നുണ്ട്. നോർക്ക എഫക്റ്റീവായി പ്രവർത്തിക്കുന്നതിനുള്ള പരാതിയും ഇവിടെ വരുമ്പോൾ ആളുകൾ പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ UPA ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്തായിരുന്നു ഒരു മന്ത്രാലയം തന്നെ പ്രവാസികൾക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ അതില്ലാതായി. ഇതിപ്പം വിദേശകാര്യ വകുപ്പിനോടൊപ്പം ചേർന്ന ഒരു ചെറിയ സംവിധാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നതാണ്. LDF 3ാം തവണ 30 സീറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. 3ാം തവണ വരുമ്പോൾ 30 സീറ്റായിരിക്കും കിട്ടാൻ പോകുന്നത്. സാമൂഹ്യ തിന്മകൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ ജിദ്ദയിൽ ചേർന്ന ലഹരി വിരുദ്ധ സംയുക്ത സമിതിയുടെ തീരുമാനം. ലഹരി പടർത്തുന്ന ആശങ്കകൾ എന്ന വിഷയത്തിൽ ജിദ്ദ കേരള പൗരാവലിയുടെ ആഭിമുഖ്യത്തിലാണ് വിശകലന യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പ്രവാസികളുടെ ആശങ്കകൾ പങ്കുവെക്കുന്നതായിരുന്നു ജിദ്ദ കേരള പൗരാവലി സംഘടിപ്പിച്ച വിശകലന യോഗം. ലഹരി ഒരു തലമുറയെ തന്നെ നാശത്തിലേക്ക് നയിക്കുമെന്നും പഴുതുകളില്ലാത്ത പ്രതിരോധം തീർക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ലഹരി പടർത്തുന്ന ആശങ്കകൾ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജിദ്ദയിലെ 40-ലധികം സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ യോഗം തീരുമാനിച്ചു. സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ, ഡോക്യുമെന്ററി പ്രദർശനം, ജാഗ്രതാ സദസ്സുകൾ, പ്രവാസി രക്ഷിതാക്കൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, കൌൺസിലിംഗ് തുടങ്ങിയവ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സഹായത്തോടെ ജിദ്ദയിലും നാട്ടിലും സംഘടിപ്പിക്കും. ഇന്ത്യൻ ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്യുക, സാമൂഹിക തിന്മകളുമായി ബന്ധപ്പെട്ട സർക്കാർ നയങ്ങൾ മാറ്റുക, സിനിമയിലെ സെൻസറിംഗ് കാര്യക്ഷമമാക്കുക, പാഠ്യവിഷയങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കുക, ലഹരി ഉപയോഗം കണ്ടെത്താൻ രക്തപരിശോധന സജീവമാക്കുക തുടങ്ങിയവ നടപ്പിൽ വരുത്താൻ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തും. വിവിധ ജില്ലാ പ്രതിനിധികളും ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ലഹരി വിരുദ്ധ സംയുക്ത സമിതി കോർഡിനേറ്റർമാരായ മിർസ ഷെരീഫ്, ഉണ്ണി തെക്കേടത്ത് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജിദ്ദ കേരള പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി മോഡറേറ്ററായ പരിപാടിയിൽ മൻസൂർ വയനാട് സ്വാഗതവും ഷെരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അബുദാബിയിൽ 184 കിലോഗ്രാം ലഹരി മരുന്നുമായി 2 ഏഷ്യക്കാർ അറസ്റ്റിൽ. മാർബിൾ തൂണുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന്. സീക്രട്ട് ഹൈഡൌട്ട്സ് എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിലാണ് പ്രതികളെ പിടികൂടിയത്. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ 800-2626 എന്ന നമ്പറിൽ അമാൻ സർവീസുമായി ബന്ധപ്പെടാമെന്ന് അബുദാബി പോലീസ് അഭ്യർത്ഥിച്ചു.
കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി മുടങ്ങാതെ സമൂഹ നോമ്പുതുറ ഒരുക്കുന്ന ദമാമിലെ ഒരു കൂട്ടം പ്രവർത്തകരെ പരിചയപ്പെടാം. ദമാമിലെ മുസ്ലിം സർവീസ് സൊസൈറ്റി പ്രവർത്തകരാണ് ഇത്തരമൊരു മാതൃകാ ഇഫ്താർ ഒരുക്കിയത്. കൃത്യമായി പറഞ്ഞാൽ 1980-ലാണ് കോഴിക്കോട് ആസ്ഥാനമാക്കി MSS അഥവാ മുസ്ലിം സർവീസ് സൊസൈറ്റി രൂപം കൊള്ളുന്നത്. വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ കൈപിടിച്ചുയർത്തുകയും അവർക്കൊരു താങ്ങായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് MSS മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. വിവിധ ഗൾഫ് നാടുകളിലെയും യൂണിറ്റുകളുള്ള MSS 2000-ലാണ് സൗദിയിലെ ദമാമിൽ ചുവടുറപ്പിക്കുന്നത്. 2000-ലാണ് ദമാമിൽ MSS ആദ്യമായി രൂപീകരിക്കപ്പെടുന്നത്. പ്രവാസികളിൽ നിന്ന് MSSന്റെ പ്രവർത്തനങ്ങളുമായി അവരെ സഹകരിപ്പിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശമായിരുന്നു. നിസ്വാർത്ഥരായ പ്രവാസി സമൂഹത്തിന്റെ പിൻബലത്തോടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതോടൊപ്പം തന്നെ എല്ലാ വർഷവും റമദാനിൽ ആദ്യത്തെ 10-ൽ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സമൂഹ നോമ്പുതുറയാണ് ഇവരേറെ ശ്രദ്ധേയരാക്കുന്നത്. കോവിഡ് കാലത്തെ ഒരു നോമ്പുതുറ ഒഴികെ മറ്റെല്ലാ വർഷവും ഇഫ്താർ വിരുന്നൊരുക്കാൻ ഇവർക്കായി. കോഴിക്കോടും പരിസരത്തുമുള്ളവരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നതെങ്കിലും ഇഫ്താർ എത്തുമ്പോൾ എല്ലാവരും ഇതിൽ ഭാഗമാകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. വർഷത്തിൽ ഒരിക്കൽ കുടുംബക്കാരെല്ലാം ഒരു തറവാട്ടിൽ ഒരുമിക്കുന്ന പോലെ. ദമാമിൻ്റെ പൊതുമണ്ഡലങ്ങളിലും കൂടാതെ നാട്ടിൽ അർഹരായിട്ടുള്ള പല ആളുകൾക്കിടയിലും വളരെ സജീവമായി തന്നെ MSSന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് കരുതുകയാണ്. റമദാൻ നോമ്പുതുറ എന്ന് പറയുന്നത് ഒരു കുടുംബാന്തരീക്ഷം, എങ്ങനെയാണ് ഒരു തറവാടിൽ അംഗങ്ങളെല്ലാം ഒത്തുകൂടി സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് MSSന്റെ കഴിഞ്ഞ കാലങ്ങളിലും ഇന്നും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, ഒരു മടിയും കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന MSSന്റെ അംഗങ്ങളല്ലാത്തവരുമൊക്കെ ഈ ഒരു സദസ്സിനെ ഭംഗിയാക്കുന്നതിൽ വളരെയധികം സ്വാധീനിച്ചു എന്നുള്ളതാണ് വസ്തുത. MSS കുടുംബിനികൾ തന്നെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വിഭവങ്ങൾ നിരത്തിയുള്ളതായിരുന്നു ഇഫ്താർ. കോഴിക്കോട്ടൻ ചട്ടിപ്പത്തിരി മുതൽ ഏറെ വിഭവസമൃദ്ധമായിരുന്നു ഈ വർഷത്തെ ഇഫ്താറും. ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് MSS സ്ഥാപകരിൽ ഒരാളും കഴിഞ്ഞ 50ഓളം വർഷമായി ദമാമിലുള്ള പ്രവാസി എഞ്ചിനീയർ ഹസൻ കോയയ്ക്ക് പറയാനുള്ളത്. ആ ഒരു പ്രശ്നമല്ല, കാരണം മറ്റുള്ളവരെ നയിക്കുക എന്നുള്ള അതിന് മാഷാ അല്ലാഹ് എൻ്റെ കുട്ടികളെക്കാട്ട് കൂടുതലായിട്ട് ഇവരെന്നെ ബഹുമാനിക്കുകയും എന്ത് പറഞ്ഞാലും ആ ഉപദേശം സ്വീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ അവർ വളരെയധികം പ്രബുദ്ധരാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. അവരെ കൂടെ തന്നെ ഇനിയൊരു 10-20 കൊല്ലം കൂടി ഈ MSSന് വേണ്ടി സർവീസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരുടെ എല്ലാം സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഈ വർഷത്തെ MSS സമൂഹ നോമ്പുതുറ. റമദാനിൽ നടത്തുന്ന ഇഫ്താറിൽ ദമാമിലെ പൊതുസമൂഹം നൽകുന്ന പിന്തുണയാണ് MSSനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി നജീബ് ബഷീർ പറഞ്ഞു. എല്ലാ വർഷവും നമ്മൾ ഏകദേശം 3-ാം നോമ്പിനോ 2-ാം നോമ്പിനോ നമ്മൾ കൂടാറുണ്ട്. തന്നെയാണ് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ലേഡീസ് വിങ് ഒരുക്കുന്ന ഈ ഫുഡ്, അവരാണ് നമ്മുടെ ആദ്യ ഫുഡ് അറേഞ്ച് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഏകദേശം 170 പേര് പുറത്തുനിന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അത് നമുക്ക് MSSന് മുന്നോട്ടുള്ള യാത്രയെ നല്ല ആവേശം നൽകുന്നുണ്ട്. ഇവരുടെ എല്ലാം ആഗ്രഹങ്ങൾ പോലെ വരും റമദാൻ കാലങ്ങളിലും സമൂഹ ഇഫ്താർ ഒരുക്കാനും പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്തി തോളോട് ചേർത്ത് വയ്ക്കാനും ഇവർക്കാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സുബൈറുദ്ദീനൂർ, 24 ദമാം. വേൾഡ് മലയാളി ഫെഡറേഷൻ ജിദ്ദ കൗൺസിൽ ഇഫ്താർ സംഗമവും വനിതാ ദിനാഘോഷവും സംഘടിപ്പിച്ചു. ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. KT അബൂബക്കർ റമദാൻ സന്ദേശം നൽകി. എഴുത്തുകാരി റജിയ വീരാനെയും ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അധ്യാപിക പ്യാരി മിർസ ഷെരീഫിനെയും ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് മോഹൻ ബാലന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ യൂനുസ് കാട്ടൂർ, സുശീല ജോസഫ്, മിർസ ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. റമദാനിന്റെ ചൈതന്യവും ജീവിതത്തിൽ പുലർത്തേണ്ട സൂക്ഷ്മതയെക്കുറിച്ചും ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു. അല്ലാഹു അക്ബർ പുണ്യങ്ങളുടെ പൂക്കാലമായ ഷഹ്റു റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാ നിർഭരമായി. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ മിക്കവരും പള്ളികളിൽ ഇടം പിടിച്ചു. ഖുർആൻ പാരായണം ചെയ്തും ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചും വിശ്വാസികൾ മുഴുകി. വൈകിയെത്തിയവർക്ക് ജുമാ നമസ്കരിക്കാൻ പള്ളികൾക്ക് പുറത്തും റോഡ് അരികുകളിലും ഇടം കണ്ടെത്തേണ്ടി വന്നു.
നോമ്പ് കേവലം പട്ടിണി കിടക്കൽ മാത്രമായി ഒതുങ്ങരുതെന്ന് ഇമാമുമാർ ഓർമ്മിപ്പിച്ചു. ആ ജീവികളോട് നമുക്ക് കാരുണ്യമുണ്ടാവണം. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യുന്നവർക്ക് പ്രത്യേകമായ കരുണ നൽകുന്നവനാണ്. ഇർഹമു ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം. മുസ്ലിങ്ങളോട് എന്ന് മാത്രമല്ല, എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കുകയും യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും. ഈ ഒരു സന്ദേശമാണ് പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ 10 ഈ മഹത്തായ വെള്ളിയാഴ്ച ദിവസം എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്. റമദാനിലെ ആദ്യ ജുമുഅ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ. 6-ാം നോമ്പിനാണ് ആദ്യ വെള്ളിയാഴ്ച എത്തിയത്. റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ കാരുണ്യത്തിന്റെ സവിശേഷ ദിനങ്ങളാണ്. പാപമോചനം, നരകമോചനം എന്നിവയുടെ 10 ദിനങ്ങളാണ് തുടർന്നുള്ള ദിവസങ്ങൾ. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. റമദാൻ നൈറ്റ് എക്സിബിഷന് ഷാർജ എക്സ്പോ സെന്ററിൽ തുടക്കമായി. അബ്ദുള്ള സുൽത്താൻ അൽ ഒവൈസ് മേളയുടെ പുതിയ സീസൺ ഉദ്ഘാടനം ചെയ്തു. മേള ഈ മാസം അവസാനം വരെ നീണ്ടു നിൽക്കും. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പിന്തുണയോടെ ഷാർജ എക്സ്പോ സെന്ററാണ് റമദാൻ നൈറ്റ്സ് ഒരുക്കുന്നത്. മേളയുടെ 42ാമത് സീസണാണ് ഇത്തവണത്തേത്. പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ വലിയ വിലക്കുറവിൽ ലഭിക്കുമെന്നതാണ് റമദാൻ നൈറ്റ്സിന്റെ ഏറ്റവും വലിയ ആകർഷണം. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെയും ഷാർജ എക്സ്പോ സെന്ററിന്റെയും ചെയർമാൻ അബ്ദുള്ള സുൽത്താൻ അൽ ഒവൈസ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. The show is one of the biggest Ramadan shows that happen in the UAE. There are lots of shops related to fashion, shoes, perfumes, all home accessories, and based on the previous year's successful events, we are continuing to improving the show in terms of the exhibition or the exhibitors' quality and the services that we provide here. It's a great opportunity to visit this event during Ramadan. There are so many great offers. പരമ്പരാഗത വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, പാനീയങ്ങൾ തുടങ്ങിയവയെല്ലാം റമദാൻ നൈറ്റ്സിൽ ലഭിക്കും. ഇതോടൊപ്പം പ്രത്യേക സമ്മാനങ്ങളും പ്രമോഷനുകളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഈ മാസം 30 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ പുലർച്ചെ 1 വരെയും ഈദ് അൽ ഫിത്തർ സമയത്ത് 3 മുതൽ 12 വരെയുമാണ് പ്രദർശനം. പ്രദർശനത്തിന്റെ ഭാഗമായി സാംസ്കാരിക വിനോദ പരിപാടികളും അരങ്ങേറും. 24 ദുബായ്. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. മർത്തോമ ചർച്ച് ഇൻ ഒമാൻ ഇടവകയുടെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. റൂബി സെന്റ് തോമസ് ദേവാലയത്തിൽ മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡേഷ്യസ് മർത്തോമ മെത്രാപ്പൊലീത്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒമാനിൽ 50 വർഷം പൂർത്തിയാക്കിയ ഇടവക അംഗങ്ങളെയും തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രവാസികളെയും ചടങ്ങിൽ ആദരിച്ചു. സുവർണ ജൂബിലി സ്മരണികയുടെ ബൈബിൾ കയ്യെഴുത്ത് പ്രതിയുടെയും ഓൺലൈൻ പാരിഷ് ഡയറക്ടറിയുടെയും പ്രകാശനവും ചടങ്ങിൽ നടന്നു. UAE-യിൽ ജോലിക്കായി പോയ മകനെ കാത്തിരിക്കുകയാണ് വൃദ്ധ മാതാവടക്കമുള്ള കുടുംബം. പത്തനംതിട്ട സ്വദേശി സാമിനെ കാണാനില്ലെന്ന പരാതി ഇന്ത്യൻ എംബസിയിൽ ഉൾപ്പെടെ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. സാമിനെ കണ്ടെത്താൻ ഉന്നത ഇടപെടൽ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തിരുവല്ല സ്വദേശി 74-കാരിയായ സാറാമ വർക്കി 2 വർഷത്തോളമായി മകനായുള്ള കാത്തിരിപ്പിലാണ്. മുട്ടാത്ത വാതിലുകളില്ല, കൊടുക്കാത്ത പരാതികളില്ല. 2023 മെയ് മാസമാണ് സാറാമയുടെ മകൻ സാം വർക്കി അജ്മാനിലേക്ക് പോയത്. അജ്മാനിലെത്തിയ ശേഷം 1 മാസത്തോളം കുടുംബത്തോട് ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നീട് സാമിനെ പറ്റി ഒരു വിവരവുമില്ല. മകന് വിദേശത്ത് ജോലി തരപ്പെടുത്തിയ ആലപ്പുഴയിലെ ഏജന്റ് മകനെ ചതിക്കുകയായിരുന്നുവെന്നാണ് സാറാമ പറയുന്നത്. പ്രീവിയസ് ആയി രൂപ ഞാൻ കൊടുത്തത്, പക്ഷേ കൊടുത്തത് വിസിറ്റിങ്. അവനെ അവിടെ കിടന്ന് അവന് ജോലി ഇല്ല, അവിടെ ചെന്ന് പട്ടിണി കിടന്നിടാൻ ഒരാഴ്ച താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. പിന്നെ ഭക്ഷണമില്ല. പിന്നെ നമ്മളിവിടെ നിന്ന് വായിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ വിവരമില്ലാത്തത്. പക്ഷേ ഈ കബീർ എന്ന് പറയുന്ന അവനാണ് കളിപ്പിച്ചത്, ആലപ്പുഴക്കാരൻ. അവനെയാണ് പിടിക്കേണ്ടത്. സാം അജ്മാനിലെത്തിയ ശേഷം ഒപ്പം താമസിച്ചിരുന്ന മറ്റൊരു മലയാളിയുടെ അക്കൗണ്ടിലേക്ക് കുടുംബം 2 തവണയായി പണം നൽകിയിരുന്നു. അവിടെ ചെന്നിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവർ തന്നെ കൊടുക്കാം ജോലി കിട്ടുന്നിടം വരെ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് ശേഷം വന്ന് ഞങ്ങൾ ഇവിടുന്ന് 2 പ്രാവശ്യം വന്ന് എൻ്റെ സഹോദരന് പൈസ അയച്ചു കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചെലവിനും താമസിക്കാനൊന്നും വലിയ സൗകര്യമില്ലെന്ന് പറഞ്ഞ്, അല്ലെ ഫുഡിന് പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടുന്ന് പൈസ, അതേതോ അടുത്തുള്ള ഒരാളുടെ ഫോണിലേക്കാണ് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നത്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ PJ കുര്യൻ വഴി കുടുംബം ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. മകനെ കണ്ടെത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ തേടുകയാണ് ഈ അമ്മ. 24 പത്തനംതിട്ട.
ആൽഫ്രഡ് എന്ന കാറ്റഗറി 2 ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ നഗരത്തിന്റെ തീരം തൊടാൻ മണിക്കൂറുകൾ മാത്രം. നഗരത്തിലെ ആയിരക്കണക്കിന് മലയാളികൾ അടക്കമുള്ളവർ ആശങ്കയുടെ നിഴലിലാണ്. സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജനസാന്ദ്രതയിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമായ ബ്രിസ്ബെയിനിൽ, ഓസ്ട്രേലിയയിലെ മൂന്നാമത്തെ നഗരമായ ബ്രിസ്ബെയിനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ താമസിക്കുന്ന മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ വരും ദിവസങ്ങളിൽ ഒരു വലിയ ചുഴലിക്കാറ്റിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ആൽഫ്രഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചുഴലിക്കാറ്റ് വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടി ബ്രിസ്ബെയിനിൻ്റെ കര തൊടും എന്നാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മലയാളികളടക്കമുള്ള ആളുകൾ വലിയ ആശങ്കയിലാണ്. സ്വാഭാവികമായും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്ന് ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇതുപോലെ ഒരു ചുഴലിക്കാറ്റ് ബ്രിസ്ബെയിനിൽ ആഞ്ഞടിച്ചത്. എന്നാൽ അന്ന് വെറും 10 ലക്ഷം മാത്രമായിരുന്നു ബ്രിസ്ബെയിനിലെ ജനസംഖ്യ എങ്കിൽ 2025 എത്തുമ്പോൾ 25 ലക്ഷം ആളുകളാണ് ഈ ബ്രിസ്ബെയിനിൽ മാത്രം തിങ്ങിപ്പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്ന് ഭരണകൂടത്തിന് നിശ്ചയമുണ്ട്. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തീവ്രതയേറിയ ഒരു ചുഴലിക്കാറ്റായിരിക്കും ആഞ്ഞടിക്കുക എന്നാണ് നിലവിൽ കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റിനെ കാറ്റഗറി 2 വിഭാഗത്തിലാണ് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറ്റിൻ്റെ തീവ്രതയനുസരിച്ച് ഭവനങ്ങൾക്കും മറ്റും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് വെള്ളപ്പൊക്കത്തിനുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങളോട് അവിടെ നിന്നും മാറി താമസിക്കണമെന്ന് ഭരണകൂടം നിലവിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. വെള്ളപ്പൊക്കം ഉണ്ടായാൽ വൈദ്യുതി തടസ്സപ്പെടുവാനുള്ള വലിയ ഒരു സാധ്യതയും നിലനിൽക്കുന്നു. ദിവസങ്ങളോളം വൈദ്യുതി തടസ്സം നേരിട്ടാൽ അതിനെ പ്രതിരോധിക്കുവാനായി മലയാളികളടക്കമുള്ള ആളുകൾ വലിയ തോതിൽ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും വലിയ ക്ഷാമമാണ് ഭക്ഷ്യസാധനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയുടെയും ആശങ്കകളുടെയും മണിക്കൂറുകളുടെയാണ് മലയാളികളടക്കമുള്ള ആളുകൾ ഇപ്പോൾ കടന്നു പോകുന്നത്. സിറിയയിൽ സർക്കാർ സുരക്ഷാ സേനയും പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ അനുകൂലികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 70-ലേറെ പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ഡിസംബറിൽ അസദ് സർക്കാർ പുറത്താക്കപ്പെട്ട ശേഷം സിറിയയിലുണ്ടാകുന്ന ഏറ്റവും രക്തരൂഷിതമായ ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ. അസദ് അനുകൂലികൾ സൈനിക ചെക്ക് പോസ്റ്റുകൾ ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. സിറിയയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശമായ ഇദ്ലിബിലാണ് ഏറ്റവും അധികം സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പൊട്ടാത്ത ബോംബ് കണ്ടെത്തി. പാരീസിലെ തിരക്കേറിയ ഗാരെ ഡു നോർഡ് റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകൾക്ക് സമീപമാണ് ബോംബ് കണ്ടെത്തിയത്. ബോംബ് നിർവീര്യമാക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. ഇതേ തുടർന്ന് ഫ്രാൻസിലെ അതിവേഗ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. ഫ്രാൻസിലും UK-യിലും ബ്രസൽസിലും ട്രെയിൻ സർവീസുകൾ താറുമാറായി. ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിവിധ സ്റ്റേഷനുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പാരീസിനും ലണ്ടനും ഇടയിലുള്ള ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയതായി യൂറോസ്റ്റാർ അറിയിച്ചു. തുടർഭരണത്തിന്റെ മോശം പ്രവണതകളിൽ ജാഗ്രത വേണമെന്ന് CPIM സംഘടനാ റിപ്പോർട്ട്. ബംഗാൾ പാഠമാകണമെന്ന് മുന്നറിയിപ്പ്. ഭരണത്തുടർച്ച സംഘടനാ ദൗർബല്യമുണ്ടാക്കി. രണ്ടാം പിണറായി സർക്കാരിൽ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. പ്രാദേശിക തലത്തിൽ വിഭാഗീയത തലപൊക്കുന്നുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ. വിഭാഗീയത അവസാനിച്ചെന്ന് നേതാക്കൾ പൊതുവിൽ ഊറ്റം കൊള്ളുമ്പോഴും പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുടെ കനൽ ഇപ്പോഴും അണഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്. പൊതുവിൽ വിഭാഗീയത അവസാനിച്ചെങ്കിലും അത്തരം സംസ്കാരത്തിന് അടിമപ്പെട്ടവർ ഇപ്പോഴുമുണ്ട്. ഇത് പരിഹരിക്കാൻ സംസ്ഥാന സെന്ററിൽ നിന്ന് നേതാക്കൾ ഇടപെട്ട് ജില്ലകളിലെ പരാതികൾ പരിശോധിക്കണം. വ്യക്തിക്കും സ്ഥാപിത താൽപര്യങ്ങൾക്കും പിന്നിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇത്തരം ശ്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭരണ തുടർച്ച ബംഗാളിലുണ്ടാക്കിയ തിരിച്ചടി കേരളത്തിൽ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പുമുണ്ട്. പാർട്ടി അധികാര കേന്ദ്രമെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുത്. തുടർഭരണം ജനങ്ങളെ ആകർഷിച്ചപ്പോൾ സംഘടനയും നേതാക്കളും ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നും സ്വയം വിമർശനമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടേത് മികച്ച പ്രകടനമെങ്കിലും ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല. പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല. പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ കൃത്യതയും വ്യക്തതയുമില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകളിലേക്ക് അത് നയിക്കും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാകുന്ന സംസ്ഥാന നേതാക്കൾ അതുകൊണ്ട് പാർട്ടിക്കെന്ത് ഗുണം എന്നുകൂടി ചിന്തിക്കണം.
ഫാൻസിനെ കൂട്ടൽ മാത്രമാകരുത് ലക്ഷ്യമെന്നും സംസ്ഥാന സമിതിയുടെ യുവനിര കൂടുതൽ സജീവമാകണമെന്നും സംഘടനാ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വനിതാ കൂട്ടായ്മകളിലൂടെ BJP സ്ത്രീകളെ സ്വാധീനിക്കുകയാണ്. ഇത് പ്രതിരോധിക്കാൻ മഹിളാ അസോസിയേഷന് കഴിയണം. സംഘപരിവാറിന് പരവതാനി വിരിക്കുന്ന സമുദായ നേതൃത്വങ്ങളെ തുറന്നുകാട്ടണം. വർഗബഹുജന സംഘടനാ ഭാരവാഹികളും കണക്കുകൾ പാർട്ടി നേതൃത്വത്തെ ബോധിപ്പിക്കണമെന്നും സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സഹകരണ രംഗത്തെ തെറ്റായ പ്രവണത അവസാനിപ്പിക്കണം. നിയമങ്ങൾ കാറ്റിൽ പറത്തി നേതാക്കൾ വായ്പയെടുക്കുന്നു. ഇങ്ങനെ എടുത്ത പണം അടിയന്തരമായി തിരിച്ചു നൽകണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. നേതാക്കൾ ജനങ്ങളുമായി അടുത്ത് ഇടപെടണമെന്നാവശ്യപ്പെടുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. പാർട്ടിയും നേതാക്കളും ചില തെറ്റുതിരുത്തലുകൾക്ക് വിധേയമാകണമെന്നും സംഘടനാ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. മലപ്പുറം കോഡൂരിൽ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ ലത്തീഫ് മർദ്ദനമേറ്റ് കുഴഞ്ഞു വീണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. ബസ് ജീവനക്കാർ അബ്ദുൽ ലത്തീഫിനെ കോഡൂരിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ അബ്ദുൽ ലത്തീഫിന് ക്രൂരമായി മർദ്ദനമേറ്റുവെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണിത്. ശേഷം വാഹനമോടിച്ച് മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെത്തിയ ലത്തീഫ് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം മരണകാരണം ഹൃദയാഘാതമാണ്. ഹൃദയാഘാതത്തിലേക്ക് നയിച്ചത് ഈ മർദ്ദനത്തെ തുടർന്നുള്ള ടെൻഷനും രക്തസമ്മർദ്ദം കൂടിയതുമാണ്. മഞ്ചേരി തിരൂർ റൂട്ടിലോടുന്ന PTB ബസ്സിലെ ജീവനക്കാരായ 3 പേർ മലപ്പുറം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നരഹത്യാ വകുപ്പ് കൂടി ചേർത്ത് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. അബ്ദുൽ ലത്തീഫിന്റെ മരണത്തെ തുടർന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഒതുക്കുങ്ങലിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ജാക്കി ലിവർ വെച്ച കണ്ട് അടിച്ചിട്ടുണ്ട്, കഴുത്തിലൊക്കെ മുറിയായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവൻ തന്നെ വണ്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറഞ്ഞു. കഴുത്തിലും മറ്റൊക്കെ നല്ല മുറിയുണ്ട്, മേത്തൊക്കെ മുറിയുണ്ട്. കാരണം നല്ല ആ ലിവറായിട്ടാണല്ലോ അടിച്ചിട്ടുണ്ട്. ജാക്കിന്റെ ഒരു 3 ആളും കൂടി ചേർന്നാണ് അടിച്ചിട്ടുണ്ട്. ഡ്രൈവറും ക്ലീനറും കണ്ടക്ടറും കൂടി ആയിരിക്കും. ഒരു 3 ആളാണ് ഒരാളെ ചേർന്ന് അടിച്ചത്. സ്വകാര്യ ബസ്സിൽ കയറേണ്ട യാത്രക്കാരെ ഓട്ടോറിക്ഷയിൽ കയറ്റിയെന്നാരോപിച്ചാണ് വടക്കേ മണ്ണയിൽ വെച്ച് ഓട്ടോറിക്ഷ തടഞ്ഞ ബസ്സിലെ കണ്ടക്ടറും ക്ലീനറും ഉൾപ്പെടെ ലത്തീഫിനെ മർദ്ദിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ലത്തീഫിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. 24 മലപ്പുറം. സർവകലാശാല നിയമ ഭേദഗതി 2ാം ബില്ലിന് ഗവർണർ മുൻകൂർ അനുമതി നൽകി. ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് അനുമതി നൽകിയത്. നേരത്തെ അനുമതി ലഭിക്കാത്തതിനാൽ ചൊവ്വാഴ്ച ബില്ല് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുസാറ്റ്, KTU, മലയാള സർവകലാശാല എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് 2ാം ഭേദഗതി ബിൽ. ചാൻസലറായ ഗവർണറുടെ അധികാരങ്ങൾ കുറയ്ക്കുന്നതും പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധികാരങ്ങൾ കൂട്ടുന്നതുമാണ് ബില്ല്. ഇംഗ്ലീഷ് പരിഭാഷ ഗവർണർക്ക് സമർപ്പിക്കാത്തതിനാലാണ് ബില്ലിന് ചൊവ്വാഴ്ച അനുമതി നൽകാത്തത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. അനുമതി ലഭിച്ചതോടെ 20-ാം തീയതി ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്ത് ഇന്നും കാട്ടുപന്നിയുടെ ആക്രമണം. കണ്ണൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കുറ്റൂർ വെള്ളരിയാനം സ്വദേശി ജയചന്ദ്രനാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ ജയചന്ദ്രനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. റബ്ബർ ട്രാപ്പിങ്ങിനിടെയായിരുന്നു സംഭവം. വയനാട് മേപ്പാടിയിൽ കടയിലേക്ക് പാഞ്ഞു കയറിയ കാട്ടുപന്നിയെ കണ്ട് ഭയന്ന് വീണ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുന്നമ്പറ്റ മിൽക്ക് സൊസൈറ്റി ജീവനക്കാരി റസിയ PC-ക്കാണ് പരിക്കേറ്റത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.